വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ പോത്തിറച്ചി വെച്ച് ഉണ്ടാക്കാവുന്ന ഒരു മീറ്റ് മസാല റോസ്റ്റിൻ്റെ റെസിപ്പി കാണാം. മീറ്റ് മസാല റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് 1/2 കിലോ എല്ലോട് കൂടിയുള്ള പോത്തിറച്ചിയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സവോള ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഞാൻ ഇന്ന് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വഴറ്റിലും എല്ലാം കുക്കറിൽ തന്നെയാണ് ചെയ്യുക. കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. ചൂടായ എണ്ണയിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള സവോളയാണ്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. സവോളയുടെ നിറം മാറണം, അതുവരെ വഴറ്റിയെടുക്കാം. സവോള ഇവിടെ വഴലുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാനായിട്ടുണ്ട്. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 5 ചുവന്നുള്ളി, 5-6 ചുവന്നുള്ളി, ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, അതുപോലെ 12 അല്ലി വെളുത്തുള്ളി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്ര ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കണം. ഇതേപോലെ അരച്ചെടുത്തു. ഇപ്പം സവാളയൊക്കെ ഇതേപോലെ ലൈറ്റ് ബ്രൗൺ കളറായി. ഈ ഒരു സ്റ്റേജ് നമ്മൾ നോക്കുന്നത്. സമയത്ത് മസാല, നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാല ഇതിനകത്തേക്ക് ചേർക്കണം. ഈ മസാല നന്നായിട്ട് മൂക്കണം. പച്ചമണം മാറി നല്ലൊരു റോസ്റ്റഡ് സ്മെല്ല് വരണം. ഏകദേശം ഒരു 3-4 മിനിറ്റ് എടുക്കും. ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് ടൊമാറ്റോ ചേർക്കാൻ സമയം. നമ്മൾ ചേർക്കുന്ന ചെറിയ ടൊമാറ്റോയാണ്, ഒരു ചെറിയ ടൊമാറ്റോ. ഈ സമയത്ത് ഉപ്പും കൂടെ ചേർക്കാം. 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ ടൊമാറ്റോയിൽ നിന്നുള്ള വെള്ളം പെട്ടെന്ന് ഇറങ്ങി ടൊമാറ്റോ നല്ല പേസ്റ്റ് പോലെ ആവണം. ഇപ്പം നോക്കിയാൽ ടൊമാറ്റോസൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞു. ഇനി ഇതിലേക്ക് പച്ചമുളക് എരിവ് കണക്കാക്കി ഇടാം. ഞാൻ 1 ഇടുകയാണ്. അതേപോലെ കുറച്ച് കറിവേപ്പില, അതിനൊപ്പം ബീഫ് 1/2 കിലോ പോത്തിറച്ചി. എല്ലോട് കൂടെയുള്ള മീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഫ്ലെയിം ഹൈയിൽ വെക്കുക. ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് നല്ല ചൂടുവെള്ളം ചേർക്കാം. ഞാൻ 3/4 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്തേക്കുന്നത്. ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. മൊത്തം നമ്മളൊരു 1.25 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ കുക്ക് ചെയ്യും. അതിനുശേഷം തീ കുറച്ച് ഒരു 7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യും. നമ്മൾ 7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത ശേഷം ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു. പ്രഷർ മൊത്തം പോയി. ഇനി തുറക്കാം. നോക്കിയാൽ ഇറച്ചി നന്നായിട്ട് പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ആയിട്ടുണ്ട്. ഇപ്പം ഗ്രേവിക്ക് ഒന്നുകൂടെ തിക്നെസ് വേണമെങ്കിൽ നിങ്ങൾക്കിത് കുക്ക് ചെയ്ത് റെഡ്യൂസ് ചെയ്യാം, ഇച്ചിരി തിക്കാക്കി എടുക്കാം. ഇപ്പം കപ്പയ്ക്കൊക്കെയാണ് കഴിക്കുന്നെങ്കിൽ കപ്പയുടെ ഒപ്പമോ
നമ്മൾ പാൽക്കപ്പയുടെ ഒക്കെ കഴിക്കുന്നെങ്കിൽ ഈ ഒരു പരുവത്തിന് എടുക്കാം. ഞാനൊരു 5 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഡ്രൈ ആക്കിയിട്ട് ആ ഒരു പരുവത്തിനാണ് സെർവ് ചെയ്യുന്നത്. കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി ഇതിനകത്തേക്ക് പെപ്പർ പൗഡർ നമ്മൾ ചേർത്തിട്ടില്ല, അത് ലാസ്റ്റാണ് ചേർക്കുന്നത്. എരിവ് കണക്കാക്കി ചേർക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. ഇതിനി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം ഞാൻ കടുക് വറുത്ത് ചേർക്കാം. കടുക് വറുക്കാനായിട്ട് 1 ടീസ്പൂൺ എണ്ണ ചൂടാക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കുറച്ച് കറിവേപ്പില, ഒരു നുള്ള് കായംപൊടിയും കൂടെ ചേർക്കാം. നമ്മുടെ ബീഫ് മസാല റോസ്റ്റ് റെഡിയാണ്. സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പം അധികം ഗ്രേവി ഇല്ലാത്തൊരു പരുവത്തിലാണ്, കരണ്ടിരിക്കുന്നൊരു പരുവത്തിലാണ് എടുത്തേക്കുന്നത്. നല്ല മസാലയിലൊക്കെ പൊതിഞ്ഞ നമ്മുടെ മീറ്റ് മസാല റോസ്റ്റ്, ഇത് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പാൽക്കപ്പം നല്ല കോമ്പിനേഷനാണ്, നല്ല ചൂട് പഴം പൊരി നല്ല കോമ്പിനേഷനാണ്. അതുകൂടാതെ കേരള പറാട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.